ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, നയനമോക്ക് നല്ല കഴിവുണ്ട്, അവളെയെങ്കിൽ പിന്നെ ഡിസൈനർ ഹെഡായിട്ട് നിയമിച്ചുടൻ ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, മുത്തശ്ശ അത് ഞാൻ പറഞ്ഞതാ, അപ്പം അവൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ താല്പര്യം. ദേവേനെ പറയാണ്, അതെ ഞാനും പറഞ്ഞിരുന്നു. അപ്പം അവളും പറയാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ താല്പര്യമെന്ന്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എൻ്റെ മോനെ വെറും സ്റ്റാഫാ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതെ അവൻ്റെ കഴിവുകേടാ. മുത്തശ്ശൻ പറഞ്ഞു, ഈ വീട്ടിലെ ഇപ്പം ഏറ്റവും വേസ്റ്റ് നിന്റെ മോനാ എന്ന് പറയുമ്പം ജലജയ്ക്കങ്ങ് ദേഷ്യം അടക്കാൻ വയ്യാതെ ജലജ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നന്ദുവിനാട്ടോ. നന്ദു അങ്ങനെ വഴിയരികിൽ ഇങ്ങനെ അനിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഫോൺ വിളിച്ചിട്ടാണെങ്കിലോ അനി കട്ടാക്കി വിടുന്നുണ്ട്. ഇപ്പം നന്ദു മനസ്സിലാലോചിക്കുകയാണ്, പണ്ട് നന്ദുവിൻ്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ നന്ദു പറഞ്ഞില്ലായിരുന്നോ ഞാനിപ്പോൾ സിനിമയ്ക്ക് വരുന്നില്ല എന്ന്. അപ്പോൾ അവൻ പറഞ്ഞിരുന്നു, നിനക്കല്ലെങ്കിൽ ഇപ്പം അനന്തപുരിയിലെ ചെറുക്കനുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എന്ന്. അവൻ നന്ദു മനസ്സിലാലോചിക്കുകയാണ്, ഈശ്വര അവൻ പറഞ്ഞപ്പോൾ സത്യമായിട്ട് വരുവാണല്ലോ, ഇപ്പം അനിയില്ലാതെ എനിക്കൊന്നും പറ്റില്ലാത്ത അവസ്ഥയായി. എന്നാലും അനിയോ എന്നെ വെറും ഫൂളാക്കി ഇവിടെ നിർത്തിയിട്ട് അവൻ കടന്നു കളഞ്ഞു. ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുന്നവർത്തിന് വേണ്ടി ഞാൻ ഇതിനാ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാണ് ഞാൻ പതിവ്. പിന്നെ ഇവനെ മാത്രം ഇപ്പം എന്താ പറ്റി എൻ്റെ മനസ്സിന്. അങ്ങനെ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ അനി വരാത്ത ദേഷ്യത്തിൽ ഇനി ഇവിടെ ഇരുന്ന് വില കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് എണീച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അനാമികയെ എന്ന് പറഞ്ഞിട്ട് വന്ന് അനി പുറകെ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നു, ഞാനാണെങ്കിൽ പോകാൻ തുടങ്ങുമായിരുന്നു. ഇങ്ങനെയുണ്ടോ ആൾക്കാർ, ഇങ്ങനെയൊന്നും പറ്റിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, സോറി ട്രാഫിക് അല്ലായിരുന്നോ, എന്നിട്ട് ആ പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ, ആ ശരി ഇരിക്കുക, എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാംഗോ ജ്യൂസ് മതി എന്ന് പറയാണ്. അങ്ങനെയുണ്ട് മാംഗോ ജ്യൂസിന് അനാമിക ഓർഡർ ചെയ്തിട്ട്, എന്താ കാര്യം പറ, ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും അനാമിക പറയാണ്, അതെ ഇന്ന് റിലാക്സ് ചെയ്യ് എന്നിട്ട് പറയാമെന്ന് പറയുമ്പം, അതൊന്നും പറ്റില്ല, ഇത്രയും ധൃതി പിടിച്ച് വന്നിട്ട് എന്നോട് പറയാതിരിക്കുകയാണോ എന്ന് പറയുന്നു. അതെ എൻ്റെ ലൈഫിൻ്റെ മാറ്ററെന്ന് പറയുമ്പം എന്നോട് എന്തെങ്കിലും സജഷൻ ചോദിക്കാനാണെന്ന് ചോദിക്കുമ്പം അതുമുണ്ട്, എന്നിട്ട് തൻ്റെ അഭിപ്രായം മാറണമെന്ന് പറയാണ്. ശരി എന്തായാലും താൻ പറ എന്ന് അനി പറയുന്നുണ്ട്. അങ്ങനെ അനാമികയാണെങ്കിലോ ജ്യൂസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയന അവളുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ സമയത്ത് ഗോവിന്ദൻ, ബാമോളെ ഞങ്ങൾ നിന്നെ നോക്കി നിൽക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിലോ ലാസ്റ്റ് ടച്ചപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. താച്ച ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, മോള് വരുമോ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മോക്ക് കുടിക്കാനത് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ ആട്ടെ എന്ന് പറയുന്നു. എൻ്റെ മോക്ക് നല്ലവണ്ണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ കൊടുക്കാതിരിക്കുമോ, എൻ്റെ മോളെ പട്ടിണി കിടുമെന്ന് ചോദിക്കുകയാണ്. നയന പറയാണ്, ആഹാരമൊക്കെ കുറച്ച് മതി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉറക്കാൻ തീരും, ഇതെന്തായാലും ഫിനിഷ് ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ വീട്ടുകാരില്ല എന്താ പറഞ്ഞ്, ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? ഇല്ലച്ചാ, എല്ലാവരും സന്തോഷത്തോടെ തന്നെ അനുഗ്രഹിച്ചാ പറഞ്ഞു വിട്ടേന്ന് പറയാണ്. ആണോ, അത് നല്ല കാര്യമായി. എന്തായാലും ഇനി നമ്മൾ ഇതുപോലെ വലിയ ഓർഡറുകളൊന്നും പിടിക്കണ്ട, എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു ജീവിതമുണ്ട്, മോൾ അത് നോക്കി നിൽക്കണം എന്നൊക്കെ നയനയോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നന്ദു വീണ്ടും അനിയെ വിളിച്ചു നോക്കുന്നുണ്ട്. അനിയുടെ കോള് വരും, നന്ദുവിന്റെ കോള് വരുമ്പോഴേക്കും അനിയാണെങ്കിലോ ആ കോള് കട്ടാക്കി വിടുന്നുണ്ട്. ഷേ എന്നും പറഞ്ഞിട്ട് നന്ദു ആകെപ്പാട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് അനാമിക ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണക്കുറി എടുത്തിട്ട് അനിടയിൽ കൊടുക്കുമ്പോൾ, ഇതെന്താ കല്യാണക്കുറി ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, അതെ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി വായിക്കുമ്പോൾ അതിൽ അനാമിക വേർഡ്സ് അനിരുദ്ധ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പേര് എന്ന് പറയാണ്. അത് മാത്രമല്ല അതൊന്നൊരു സൂക്ഷിച്ചു നോക്കിയെന്ന് പറയുമ്പം അവർ അച്ഛനും അമ്മയുടെ ഒക്കെ പേര് കേൾക്കുന്നു. ഇതെന്താ അനാമിക എന്ന് ചോദിക്കുമ്പം, ഇതൊരു പ്രപ്പോസലാ, ഞാൻ എൻ്റെ അച്ഛനും ഒരുപാട് ആലോചിച്ചു, അപ്പൊ അച്ഛനാ പറഞ്ഞത് മനസ്സിലുള്ള കാര്യമൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല, ഇങ്ങനെ തുറന്ന് പറയണമെന്ന്, നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്കിതിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് അനാമിക പറയുമ്പം ഇങ്ങനെ അനി ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ അനാമിക, ഞാനാണെങ്കിലോ നീ സന്തോഷിക്കുമെന്ന് കരുതി നീ എന്താ ഞെട്ടി നിൽക്കുന്നേ, അതുവിനെ പെട്ടെന്ന് നീ ഇങ്ങനെ ഷോക്കൊക്കെ തന്നാൽ ഞാൻ എന്താ ചെയ്യുക, ഒരു ലവ് പ്രപ്പോസൽ പോലാണോ കല്യാണ പ്രപ്പോസൽ, പ്രേമിച്ച് നടക്കുന്നതൊക്കെ ശരിയാ, പക്ഷെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് പരിമായിട്ട് ആലോചിക്കുകയും പറക്കൊക്കെ വേണ്ടി എന്നൊക്കെ ചോദിക്കുകയാണ്. അനാമിക പറഞ്ഞു, ഇത് ഞാൻ പറയുമ്പോൾ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചടുന്നാ കരുതിയത്, നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നാ കരുതിയത്. അപ്പൊ അനി പറയാണ്, അതല്ല അനാമിക, എങ്കിലും നീ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ തമിഴിൽ ഇതേ സമയത്ത് തന്നെ അനിയാണെങ്കിലോ തുള്ളിച്ചാടും കേട്ടോ, തമിഴിലാനി. എന്നിട്ട് പെട്ടെന്ന് അനാമികയുടെ കയ്യിൽ പിടിച്ചിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്, കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ അത് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. എന്തായാലും അത് നല്ല കാര്യമായിട്ടുണ്ട്. അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ അനി പറയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ, ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ സംസാരിക്കണ്ടേന്ന് പറയുമ്പം എന്തെങ്കിലും ഞാൻ വന്ന് സംസാരിക്കാമെന്ന് പറയാണ്. അയ്യോ അത് വേണ്ട, അന്ന് തന്നെ നീ ഇടിച്ചു കയറി വന്നിട്ട് ആകെ പാടെ സീൻ കുളവായി, അങ്ങനെയാണോ, ഇതൊരു കല്യാണമല്ലേ, അപ്പം ഞങ്ങളല്ലേ അങ്ങോട്ടേക്ക് വരണ്ടേന്ന് ചോദിക്കുകയാണ്. അതൊന്നും കാര്യമില്ല, ഇപ്പൊ പണ്ടത്തെ പോലൊന്നുമല്ല, പെണ്ണ് ആണെന്നൊന്നും ഇല്ല,
ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ ഒരുപോലെയാ. ഇപ്പൊ തന്നെ ഞാൻ തന്നെയല്ലേ അനിയെ പ്രപ്പോസ് ചെയ്തത് എന്ന് പറയാണ്. അപ്പൊ അനി ശരി അനാമിക, ഞാനതെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയുമ്പോൾ അതെന്താ അനി ആലോചിച്ചിട്ടൊക്കെ പറയാന്ന്. അപ്പൊ അനിയുടെ മനസ്സിൽ ഞാനില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനല്ല അനാമിക, ഇത് കുറച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട വിഷയമല്ലേ, കുട്ടികളെ അല്ലല്ലോ എന്ന് പറയാണ്. ശരി, ഞാനെങ്കിൽ കാത്തിരിക്കാം, താനെങ്കിൽ നന്നായിട്ട് ആലോചിക്കുക എന്നിട്ട് പറഞ്ഞാൽ മതി, റിപ്ലൈ പോസിറ്റീവ് ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അനാമിക പറയുമ്പോൾ അനി വിഷമത്തോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ അനാമിക നല്ല വിഷമാവുന്നു കേട്ടോ. അനാമിക കരുതിയത് അനിക്ക് തന്നെ ഇഷ്ടമാണെന്നും ഇപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്യുന്നതാണ് കേട്ടോ അനാമിക കരുതിയത്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും നയനയുമാണ്. നയനയാണെങ്കിലോ ആ ഒരു വിഗ്രഹം ഇരുന്ന് ലാസ്റ്റ് അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നയന പറയുന്നു, ഇതിന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും ഫുൾ ഡേ വർക്ക് ചെയ്താൽ മാത്രമേ ഇത് ഫിനിഷ് ആവൂ, എനിക്ക് അത്രയ്ക്ക് നിർബന്ധമുണ്ട് ഇത് സെറ്റപ്പ് ആകണമെന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ നീ കുഞ്ഞിനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ അതൊന്നും ഓർത്ത് ബേജാറാവണ്ട. നയന പറയാണ്, അച്ഛൻ എന്തിനാ അച്ഛൻ ഇത്ര വിഷമിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സെറ്റാക്കും, നമ്മളെല്ലാം സെറ്റപ്പ് ആക്കും, അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഈ നയനയുണ്ടല്ലോ കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജനെയും അഭിനയമാണ്. ജലജ പറയാണ്, നീ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ, നയന ഇന്ന് പോയിരിക്കുക ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നാളെ അവളുടെ വിഗ്രഹമൊക്കെ ഡെലിവറിക്ക് പോവാ, അവരുടെ വീട്ടിലെ വിഷമങ്ങളെല്ലാം മാറാൻ പോവാ, അതൊരിക്കലും നടക്കാൻ പാടില്ല, അവളുടെ വിഷമമൊന്നും തീരല്, അവൾ കരയണം, അവളുടെ വീട്ടുകാരും കരയണം, നമ്മളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവൾ ഒറ്റയിരുത്തിയ എന്ന് ജലജ പറയുന്നു. അപ്പൊ അഭി പറയാണ്, അമ്മ കേസ് എനിക്ക് വിട്ടേക്ക്, ആ ഒരു വിഗ്രഹം പോലും അവിടുന്ന് പുറത്തേക്ക് പോവില്ല, അവള് വിക്കത്തും ഇല്ല, ആ വിഗ്രഹം മൊത്തം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം, അമ്മ ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഇനി നമ്മുടെ കാലം വരാൻ പോകുന്നത്, ഇനി നയനെ കരയാൻ പോവാനെന്ന് എന്നിങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനകം എല്ലാവർക്കും കൊണ്ടുവന്ന് കടിഞ്ചായ കൊടുക്കാണ്. അങ്ങനെ കടിഞ്ചായ എല്ലാം എടുത്തിട്ട് പറയാണ് നയന, കടിഞ്ചായ മാത്രം പോരമ്മ, കടിയും കൂടെ വേണം. അപ്പോഴേക്കും കനകം പറയാണ്, അതൊക്കെ സെറ്റപ്പ് ആക്കാം. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, കപ്പുഴക്കിരിക്കിപ്പില്ലേ? ഉണ്ട് ഗോവിന്ദട്ടാ, കൊടുക്കാം. അപ്പോഴേക്കും ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഗോഡൌണിലേക്ക് എത്തിക്കണമെന്ന് അയാളോട് ഗോവിന്ദൻ പറയുന്നുണ്ട്. ആ സ്റ്റോൺസ് ഒക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാള്. ഈ സമയത്ത് കനകം പറയുന്നുണ്ട്, ആ നന്ദു ഉണ്ടെങ്കിൽ എന്തുമാത്രം ഹെൽപ്ഫുൾ ആയനെ, ഇപ്പൊ ഇതെവിടെയോ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക, മിക്കവാറും അവളെ ചങ്ങല കിട്ടാന്ന് തോന്നുന്നത്. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, ചങ്ങല കിട്ടാൻ അതെന്താമ നായ്ക്കുട്ടിയിലാണോ? അത് നായ്ക്കുട്ടി തന്നെയല്ലേ, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ? അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, വീടിന് ദോഷമാണെങ്കിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതന്നെ നല്ലതെന്ന് പറഞ്ഞ് കളിയൊക്കെ ചിരിക്കുന്നുണ്ട്. അവൾ എപ്പോഴെങ്കിലും വരട്ടെ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഇതാ എന്റെ ഫേവററ്റ് വിഗ്രഹം എന്നും പറഞ്ഞ നയന അതിൽ പണി ചെയ്യുമ്പം വിഗ്രഹം എന്റെ മോക്ക് അനുഗ്രഹം മാത്രമേ തരുവുള്ളൂ, അന്ന് ഓർക്കുന്നില്ലേ ആ ഗണപതി വിഗ്രഹം കൊണ്ടുപോയത് പിന്നല്ലേ എന്റെ രണ്ട് മരുമക്കൾക്കും അനന്തപുരിയിലേക്ക് കയറാൻ പറ്റിയത്? അപ്പോഴേക്ക് നയന പറയാണ്, അതാണ് ഗണപതി വിഗ്രഹം എന്നോട് ചെയ്ത് ഏറ്റവും വലിയ ചതി എന്ന് പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുകയാണ്, അതെന്താ മോളെ മോൾ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ ആലോചിച്ച് നോക്കിയേ, വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് കെട്ടിച്ചു പോയതുകൊണ്ടല്ലേ എനിക്ക് ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്റെ അച്ഛനമ്മേനെ കാണാമായിരുന്നല്ലോ, ഇതിപ്പം ഓർത്ത് അനുഭവത്തിനായി കാത്തു നിൽക്കണം, അതും ഒരു വേലക്കാരിയെ പോലെ അവിടെ ജീവിക്കണ വരുന്നില്ലേ എന്നൊക്കെ നയന ചോദിച്ച് നയന സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും കനകത്തിനും അത് സങ്കടമാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നവ്യക്കാണല്ലോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ട്, ഒരു ടെൻഷൻ പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ അമ്മായിമ്മ സ്നേഹത്തോടെ തന്നെയല്ലേ പറഞ്ഞിട്ടും ചോദിക്കുമ്പോൾ അതേ അച്ഛാ ഇന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് നയനെ പറയുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെ മതി മോളെ, ഒരുപാട് സെറ്റപ്പ് ഒന്നും ആക്കാൻ നിൽക്കണ്ട, നമ്മളെന്തായാലും അടുത്ത ഓർഡർ ഒന്നും പിടിക്കണമെന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നയനെ പറയാണ്, അതല്ലല്ലോ അച്ഛാ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ, ഇത്രയ്ക്കും ഇതായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയാണ്, ബാക്കിയുള്ളവരാണെങ്കിലോ 30% ലാഭം എടുത്തിട്ട് ബാക്കിയെ മുതൽ മുടക്കൂ, പക്ഷെ നമ്മൾ നേരെ തിരിച്ചല്ലേ ചെയ്തത്. അപ്പൊ നയനെ പറയുന്നുണ്ട്, അതിന്റെ ഫലം ഈശ്വരൻ നമുക്ക് തരുവച്ച എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശനാണ് കേട്ടോ. ആദർശ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മുത്തശ്ശനെ ഒന്ന് വിളിച്ചേക്കാന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശൻ കോൾ എടുത്തിട്ട് എന്താടാന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, മുത്തശ്ശൻ ഗുളികയും മരുന്നൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നോ, അത് പറയാനാ വിളിച്ചെന്ന് പറയുമ്പം അത് ശരി, എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ നിന്റെ ഭാര്യ രാവിലെ ഇവിടുന്ന് പോയതല്ലേ, നീ അതിനെ കുറിച്ച് അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശ വിളിക്കണമെന്ന് പറയാണ്. അവള് എന്നെ വിളിച്ചിരുന്നു, അവളിന്ന് താമസിച്ചേ വരുവുള്ളൂ, അതുകൊണ്ട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞ് അവൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് ഒരു സെക്കൻഡ് ആദർശ് സൈലന്റ് ആകുമ്പോൾ, എന്താണ് നീ സൈലന്റ് ആയത്, മനസ്സിലായി, നീ മനസ്സിലാലോചിച്ചതൊക്കെ? അവള് മുന്നേ കൂട്ടി എന്നെ വിളിച്ചു പറഞ്ഞു എന്നല്ലേ? എനിക്ക് മനസ്സിലായി. അതല്ല മുത്തശ്ശാന്ന് ചോദിക്കുമ്പം എനിക്കതൊക്കെ മനസ്സിലാവൂടാ, നിന്റെ സൈലൻസ് എനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ അവള് വേറൊന്നും കൊണ്ടല്ല, നാളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നടക്കാൻ പോകുന്ന ദിവസം, അതുകൊണ്ട് എന്റെ മോൻ ഈഗോ ഒക്കെ മറന്നിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണം, നയനയുടെ കൂടെ ഇരിക്കണം, നയനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ അതൊക്കെ ചെയ്തു കൊടുക്കണം,
അത് മാത്രമല്ല രണ്ടുപേരും ഇന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇനി അവിടെ ഭക്ഷണം ഇല്ലെന്നുണ്ടെങ്കിലോ രണ്ടുപേരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പൊ ഭക്ഷണം അതിനനുസരിച്ച് വേണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അവള് ഒരു പാവം പെൺകുട്ടിയാ, അതുകൊണ്ട് നീ അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അവൾക്ക് പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും നീ കൊടുക്കണം. അവളുടെ വീട്ടിലേക്ക് ചെന്ന് എല്ലാവരുടെ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കണം. നിന്റെ അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. ശരി മുത്തശ്ശ എന്നും പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അവൾ ആള് കൊള്ളാലോ, എന്നെ വിളിക്കുന്ന തൊട്ടുമുമ്പാട്ട് തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ട് എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വഴക്ക് പറയാൻ നമുക്കറിയാം. അതാ മുത്തശ്ശനെ വിളിച്ചു പറഞ്ഞ് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് അവള് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മുത്തശ്ശന്റെ മനസ്സിൽ അവളെ കയറിക്കൊണ്ടിട്ടുണ്ട് എന്ന് ആദർശ് പറഞ്ഞിട്ട് ആദർശ് ഞാനൊരു വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഗോവിന്ദനും ആ പണിക്കാരനും കൂടിയിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ ഗോഡൌണിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ വരാനിരിക്കുന്ന എപ്പിസോഡ്സ് റിവ്യൂസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.